നിന്നെ വിളിച്ചവൻ മുൻപേയുള്ളവനാണ്. കണ്ണൻമണി പോലെ കാക്കുന്ന ദൈവം. ഈ ലോകത്തിൽ അനർത്ഥങ്ങളും ആപത്തുകളും രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്, എന്നാൽ അതിന് നടുവിൽ നമ്മളെ നടത്തുന്നവനായ കർത്താവിനെ ഇന്ന് രാത്രി നമുക്ക് സ്തുതിക്കാൻ കഴിയട്ടെ. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ട കർത്താവിന്റെ ക്രൂശീകരണം. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി മരിച്ചു. അവൻ തന്റെ ശരീരത്തിൽ സകലതും വഹിച്ച് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി 3 നാളുകളിൽ തൂങ്ങി. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തം ഇന്ന് രാത്രിയിൽ അത്
അറിയുന്നോരേകൻ യേശുനാഥൻ അതിക്രമം നിറയും മനുജന്റെ ഹൃദയം അറിയുന്നോരേകൻ യേശുനാഥൻ അകൃത്യങ്ങൾ നീക്കാൻ പാപങ്ങൾ മാറ്റാൻ അകൃത്യങ്ങൾ നീക്കാൻ പാപങ്ങൾ മാറ്റാൻ അവിടുന്ന് ബലിയായി കാൽവരിയിൽ ഓ കാൽവരി ഓ കാൽവരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓ കാൽവരി നിറയുമേ മത്യന്റെ ജീവിതം മനസ്സരിവിൻ ദൈവം മുന്നറിഞ്ഞു മലിനത നിറയുമേ മത്യന്റെ ജീവിതം മനസ്സരിവിൻ ദൈവം മുന്നറിഞ്ഞു മറുവിലയാകാൻ മനുഷ്യനായി വന്നു മറുവിലയാകാൻ മനുഷ്യനായി വന്നു മരിച്ചേശുയാഗമായി കാൽവരിയിൽ ഓ കാൽവരി ഓ കാൽവരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓ കാൽവരി നിറയുമേ ഭൂവതിലെങ്ങും കണ്ടിടുമോ ഈ ദിവ്യ സ്നേഹം കപടത നിറയുമേ ഭൂവതിലെങ്ങും കണ്ടിടുമോ ഈ ദിവ്യ സ്നേഹം കണ്ണീർ പോക്കാൻ കന്മഷം നീക്കാൻ കണ്ണീർ പോക്കാൻ കന്മഷം നീക്കാൻ കരുണയിൽ രൂപം കാൽവരിയിൽ ഓ കാൽവരി ഓ കാൽവരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓ കാൽവരി Praise the Lord. Hallelujah. കരങ്ങളുടെ കർത്താവിനെ മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ
കൈവെടിഞ്ഞു. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സകലവും നൽകിടുവാൻ, സകലവും നൽകിടുവാൻ, സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്ഥാപനത്തിൻ മുളവായോരമ്പ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. ചിന്തി മനുവേലിൻ നിണം ചിന്തി, മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവർ ചേർന്ന് ശബ്ദമുയർത്തി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Hallelujah.
ആഴ്ചകളായി ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞു. ഈ ആരാധനാ സ്ഥാപനത്തെ കേന്ദ്രമാക്കി ഇവിടെ കേരളത്തിൽ വളരെ മുൻകാലത്ത് സംഗീത ഗ്രൂപ്പിൽ മുൻപന്തിയിൽ നിന്ന ഒരു ഗ്രൂപ്പാണ് ഗോസ്പൽ ട്യൂണേഴ്സ്. കർത്താവിന്റെ ദാസൻ പീറ്റർ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യ നിർമ്മലയും അതിന് പ്രാതിനിധ്യം കൊടുക്കുന്നു. ഇവിടെ ദൈവവചനം അഭ്യസിപ്പിക്കുന്നതോടൊപ്പം തന്നെ സംഗീതം ആലപിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൽ ഒരു പങ്ക് ഈ ലോക്കൽ സഭയിലെ ഈ പരിസരത്തുള്ള കുട്ടികൾക്കും അതിൻ്റെ പ്രാവീണ്യം നൽകി കൊടുക്കത്തക്കവണ്ണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 4 തൊട്ട് 6 വരെ ഇവിടെ അതിൻ്റെ അഭ്യസന ക്ലാസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസമായി തുടർന്നു, ഇന്നും ഉണ്ടായിരുന്നു. നിരന്തരമായി 24 കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് ഫീസ് കൊടുത്ത് ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അവിടെ അധ്യാപകനും അധ്യാപികയുമാണ് പ്രിയ സഹോദരങ്ങൾ. അല്പ സെക്കൻഡുകൾക്ക് ശേഷം ആ പ്രിയ സഹോദരങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് നമ്മുടെ ഈ ഗായക സംഘത്തിൻ്റെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഇവരുടെയും കൂടെ സാന്നിധ്യത്തിൽ നല്ലൊരു ഗാനം ആലപിക്കുകയും അവരുടെ ക്ലാസ്സുകളെ കുറിച്ച് ചെറിയൊരു നിർവചനം സദസ്സിനെ ബോധ്യപ്പെടുത്തി പറയുകയും ചെയ്യും. പ്രിയ പീറ്റർ സഹോദരനെയും പ്രിയ കർത്തുദാസിയെയും മുൻപോട്ട് ക്ഷണിക്കുന്നു. അവർ കടന്നു വന്ന് ഒരു 10 താഴെ മിനിറ്റ് ഉപയോഗിച്ച് പാടുകയും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു നല്ല റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കും. പ്രാർത്ഥനയോട് നമ്മുടെ ആ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിൽ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. പ്ലീസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധുരനാമത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ഞങ്ങൾ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ആഞ്ഞിൽത്താനം പെനിയൽ IPC സഭയിൽ ഒരു മ്യൂസിക് സ്കൂള് വർക്ക് ചെയ്യുന്നുണ്ട്. 24-ൽ പരം കുഞ്ഞുങ്ങളിവിടെ സംഗീത ഉപകരണങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പാസ്റ്റർ ഐസക് അറോറും നിങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 1976 വർഷം നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഞങ്ങൾ സംബന്ധിച്ച സമയത്ത് ഗോസ്പൽ ട്യൂണേഴ്സിൻ്റെ ടീം ഗാനങ്ങൾ ആലപിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് അന്ന് ഒത്തിരി ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ടീമുകളല്ല, ടീം മെമ്പേഴ്സ്. ഒരു പാട്ട് പാടി ഇറങ്ങിയ സമയത്ത് ഒരു വ്യക്തി പറഞ്ഞൊരു വാക്കാണ് ചിന്തിക്കുന്നത്. ഇത് ലൂസിഫറിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒന്ന് വായിച്ചതാണ്, എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് 100-ൽ പരം ടീമുകൾ കേരളത്തിലുണ്ട്, ഇൻക്ലൂഡിങ് സ്പിരിച്വൽ വേസ്. അതിനേറ്റ വിധത്തിൽ ദൈവം ഈ ടീമുകളെ അനുഗ്രഹിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അത് സന്തോഷിക്കുന്ന ദൈവദാസന്മാരെയും നമുക്ക് വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. ഒരു സഭയിൽ വളരെയധികം താല്പര്യത്തോട് കുഞ്ഞുങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കണം എന്നുള്ള താല്പര്യത്തോട് അവരെ ക്ഷണിക്കുകയും പബ്ലിഷ് ചെയ്യും, നോട്ടീസ് പബ്ലിഷ് ചെയ്യും. ഇവിടെ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന പെനിയൽ IPC സഭയോട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും നന്ദിയും ഉണ്ട് എന്നത് ഞങ്ങൾ വളരെ താല്പര്യത്തോടുകൂടെ നിങ്ങളുടെ മധ്യത്തിൽ പറയുന്നു.
ഈ സ്കൂളിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് ലിവിങ് ട്യൂൺസ് മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. 6 എണ്ണമുണ്ട്. പെനിയൽ IPC സഭയിൽ വെള്ളിയാഴ്ച 4 മണി മുതൽ 6:15 വരെയാണ് ഈ ക്ലാസ് നടക്കുന്നത്. ഇവിടെ ഇപ്പം തൽക്കാലം പഠിപ്പിക്കുന്നത് കീബോർഡും ഗിറ്റാറും വയലിനുമാണ്. അനേക കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്നു, താല്പര്യത്തോടെ പഠിക്കുന്നു. വളരെ വേഗത്തിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണിത്. അതുമാത്രമല്ല ഗോസ്പൽ ഓറിയൻറ്റഡ് ഒരു മ്യൂസിക് സ്കൂളാണിത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പഠിക്കുന്നവരോട് കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവമക്കൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ കർത്താവിന് വേണ്ടി സംഗീത ഉപകരണങ്ങൾ വായിക്കണം, പഠിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതിനോട് യോജിക്കുന്ന ദൈവമക്കൾ ദൈവസ്ഥ കരങ്ങൾ ഒത്തിരി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. താങ്ക് യു. നിങ്ങളുടെ മക്കളെയും ഇവിടെ നിങ്ങൾ അയക്കാം. വളരെ വിദഗ്ധമായ രീതിയിൽ അവരെ ഞങ്ങൾ പഠിപ്പിച്ച് അവരെ നല്ല സംഗീതജ്ഞന്മാരെ വാർത്തെടുക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ അതിനുവേണ്ടി ദൈവം ഞങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുമാത്രമല്ല ഈ പെനിയൽ IPC സഭയിലെ അംഗങ്ങളും ഇത് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഇവിടെ POEPAയിലെ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ടീമുണ്ട്. അവരെ ഞാനിവിടെ ഒന്ന് പാടുമ്പോൾ എൻ്റെ കൂടെ അവർ സംഗീത ഉപകരണങ്ങൾ വായിക്കാറുണ്ട്. നല്ല ഒരു സംഗീത ട്രൂപ്പിനെ ഈ സഭയ്ക്കും ദൈവം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ സ്പിരിച്വൽ വേവ്സ് എന്ന ഈ ടീമിൻ്റെ കൂടെ ഞങ്ങൾ നിന്ന് ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പാടുന്ന ഒരു പുതിയ പാട്ടാണ്. ഈ ഗാനം അനേകർ ഹൃദയത്തെ തൊട്ട ഒരു ഗാനമാണ്. 1973 ദൈവം എന്നെ ഒരു മാരകമായ രോഗത്തിൽ നിന്ന് വിടുവിച്ച് അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി സംഗീത ഉപകരണങ്ങൾ വായിക്കുവാനും പാടുവാനും ദൈവം ഇടയാക്കി. ബോൺ ക്യാൻസർ എന്ന രോഗത്താൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരമാണ്. അവൻ്റെ അത്ഭുതമേറിയ കരമാണ് എന്നെ തൊട്ട് വിടുവിച്ചത്. ലോകത്തിലെ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും തരുവാൻ കഴിയാത്ത രോഗസൗഖ്യത്തെ യേശു എനിക്ക് തന്നു. നിങ്ങളുടെ മധ്യത്തിൽ പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് എഴുതിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. എൻ ദൈവമേ, ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. ഇസ്രായേലിൻ പരിശുദ്ധനെ, നിന്നെ കിന്നരം കൊണ്ട് സ്തുതി പാടിടും. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും എന്നെ കാണുമാറാക്കിയവനെ, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ അതരവും പ്രാണനും ആനന്ദിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങളും കഷ്ടങ്ങളും പതിവാണ്. എന്നാലും അവകളിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീയല്ലയോ, ഞാൻ പലർക്കും ഒരു അത്ഭുതമേ, നീ എൻ ബലമുള്ള സങ്കേതമേ. ദൈവമേ, ഞാൻ
പരിശുദ്ധനേ നിന്നെ ഇന്നലെ കൊണ്ട് സ്തുതി പാടിടും. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും എന്നെ കാണുമാറാക്കിയതിന് ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ നഗരവും പ്രാണനും ആനന്ദിക്കും. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും എന്നെ കാണുവാറാക്കിയോരേ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും എന്നെ കാണുവാറാക്കിയോരേ. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ ആദരവും പ്രാണനും ആനന്ദിക്കും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ ആദരവും പ്രാണനും ആനന്ദിക്കും. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. ഇസ്രായേലിൻ പരിശുദ്ധനേ നിന്നെ കിന്നരം കൊണ്ട് സ്തുതി പാടിടും. ഇസ്രായേലിൻ പരിശുദ്ധനേ നിന്നെ കിന്നരം കൊണ്ട് സ്തുതി പാടിടും. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീയല്ലയോ. ഞാൻ പലർക്കുന്നൊരു അത്ഭുതമേ, നീ എൻ ബലമുള്ള സങ്കേതമേ. 71 സങ്കീർത്തനത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ട ഗാനമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീയല്ലയോ. അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീയല്ലയോ. ഞാൻ പലർക്കും ഒരു അത്ഭുതമേ, നീ എൻ ബലമുള്ള സങ്കേതമേ. ഞാൻ പലർക്കും ഒരു അത്ഭുതമേ, നീ എൻ ബലമുള്ള സങ്കേതമേ. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. എൻ ദൈവമേ ഞാൻ വീണ കൊണ്ടും വിശ്വസ്തതയെ എന്നും സ്തുതിക്കും. ഇസ്രായേലിൻ പരിശുദ്ധനേ നിന്നെ കിന്നരം കൊണ്ട് സ്തുതി പാടിടും. ഇസ്രായേലിൻ പരിശുദ്ധനേ നിന്നെ കിന്നരം കൊണ്ട് സ്തുതി പാടിടും. എൻ ദൈവമേ ഞാൻ
ഭവനങ്ങളിൽ നിന്ന് ചെല്ലുന്ന കുഞ്ഞുങ്ങൾ സംഗീത ഉപകരണങ്ങളോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ട് സന്തോഷിക്കുവാൻ മാതാപിതാക്കളെ ക്ഷണിക്കുന്നു. ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ 3-ാമത്തെ രാത്രി ധാരാളം സഹോദരി സഹോദരന്മാർ ഈ യോഗത്തിൽ പങ്കുകൊള്ളുന്നു. അഭിഷിക്തരായ കർത്തൂദാസന്മാർ ഈ സ്റ്റേജിലും ഓഡിയൻസിൻ്റെ ഇടയിലുമുണ്ട്. ശ്രേഷ്ഠകരമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. അപ്പോൾ തന്നെ ധന്യനാകുന്ന പൗലോസ് ശ്ലീഹ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും ദൈവം ഞങ്ങളെ വിടുവിക്കും. അതിന് പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങൾക്കായി തുണച്ചിട്ടുണ്ടല്ലോ. അല്പസമയം ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സമൃദ്ധമാകുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകുവാൻ ഇവിടെ കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ ബാഹ്യ കണ്ണുകൾ അടച്ച് ഹൃദയങ്ങൾ തുറന്ന് ജീവനുള്ള ദൈവത്തെ നോക്കി മനഃപൂർവ്വമായി ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. അല്പസമയം സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാ അധരങ്ങളിൽ നിന്നും എല്ലാ വാക്കുകളിലൂടെയും പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ നാമം ഇവിടെ മഹത്വപ്പെടാൻ ഉതകത്തക്കവണ്ണം അല്പസമയം സ്തോത്രത്തിൽ ജാഗരിക്കുക. അഭിഷിക്തരായ കർത്തൂദാസന്മാർ ഓഡിയൻസിൻ്റെ ഇരിക്കുന്നവർക്ക് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാം. ഇവിടെ ഒരു ദൈവദാസൻ നമ്മൾ ക്ഷണിച്ച് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഇന്നിവിടെ ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് പ്രസംഗിക്കാനല്ല, പത്രോസ് 11 നിന്നു. ഒരേ ഉദ്ദേശത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ, ഒരേ കൃപയിൽ, ഒരേ കർത്താവിൻ്റെ സ്ഥാനാപതികളായി നിൽക്കുവാൻ അഭിഷിക്തരായ കർത്തൂദാസന്മാർ ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. അല്പസമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഇവിടെ പേര് പറയുന്ന കർത്തൂദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് ക്രിസ്തുമായി പ്രാർത്ഥിക്കും. ഓഡിയൻസ് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വാരിക്കാട് സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ തമ്പി PC തമ്പി അവർ ഇവിടെ ഉണ്ട്. അദ്ദേഹം ആദ്യമായി പ്രാർത്ഥിക്കും. അതിനുശേഷം ഇന്ത്യ പെന്തക്കോസ്ത് ഇവിടെ അടുത്ത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, പഴമ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്ററാക്കുന്ന കുര്യാക്കോസ് പാസ്റ്റർ ഇവിടെ ഉണ്ട്. ആ സഭയുടെ സഹനം തരുന്നു. ആ പ്രിയ കർത്താവിന്റെ ദാസൻ രണ്ടാമത് പ്രാർത്ഥിക്കും. മൂന്നാമത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റ് ഭരണസമിതി അംഗവും ചങ്ങനാശ്ശേരി സെൻട്രലിന്റെ പാസ്റ്ററുമാക്കുന്ന പാസ്റ്റർ റോയി പോക്കാല. ഈ സഭ അദ്ദേഹത്തിന്റെ മാതൃസഭയാണ്. അദ്ദേഹം ഈ പ്രാർത്ഥനയിൽ ഒടുവിലായി കൺകൂടി ഇത് പ്രാർത്ഥിക്കും. കർത്തദാസന്മാരെ ആദരവോടെ ക്ഷണിക്കുന്നു. സദസ് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാൻ ആവശ്യപ്പെടും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പെനിയേൽ സഭയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷക്കാലം നടത്തപ്പെടുന്ന സുവിശേഷ മഹായോഗത്തിന്റെ 3-ാമത്തെ രാത്രികാലത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികാലവും നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഭൃത്യന്മാരിൽ കൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികമായ ദൂതുകൾ അങ്ങ് നൽകി തന്നതിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 3-ാമത്തെ രാത്രികാലം ഹല്ലേലൂയ ഒരു വിടുതൽ നടക്കുവാൻ, ചില അത്ഭുതങ്ങൾ നടക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവമേ നീ അതിനിടയാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ 3-ാം ദിവസം ഉയർപ്പിന്റെ ദിവസമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഒരു വലിയ അത്ഭുതം നടക്കുവാൻ, ഈ കൺവെൻഷൻ മുഖാന്തരം ഹല്ലേലൂയ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ നീ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി വീണ്ടും ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ സുവിശേഷ യോഗത്തിൻ്റെ 3-ാം രാത്രിയിലും അവിടുത്തെ മഹനീയ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പുരുഷാർത്ഥയെ കണ്ട് മനസ്സറിഞ്ഞവനായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് മനസ്സറിയണമേ. ഈ ജനത്തോട് കർത്താവ് മനസ്സറിയണമേ. ഞങ്ങളുടെ ദേശത്തോട് കർത്താവ് മനസ്സറിയണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി ഇന്ന് രാത്രി അവിടുത്തെ ഭൃത്യനെ ഞങ്ങളുടെ മറ്റൊരു ദൈവം അയച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു അഗ്നിനാവായിട്ട് ഇന്ന് രാത്രി ദാസനെ ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തിയോട് സംസാരിപ്പാൻ നിന്റെ ദാസന് ദൈവം കൃപ കൊടുക്കണമേ. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലോ. അതിരുവായുധനയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിക്കും നേരെ തുളച്ചില്ലെന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വേദിക്കുന്നതാകയാൽ ഇന്ന് രാത്രി ആ മാറ്റമില്ലാത്ത വചനം അനേകരുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയ
പ്രിയപ്പെട്ടവരെ കർത്താവ് ആശീർവദിക്കണമേ. ഇനി വന്നു ചേരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കർത്താവ് കൂട്ടി വരുത്തണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയണമേ. യോഗത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള സഭയെയും കർത്തൃദാസനെയും എല്ലാ ദൈവമക്കളെയും കർത്താവ് ആശീർവദിക്കണമേ. പുത്രനെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണമേ. യേശുവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. അഖിലാണ്ടത്തിനുടവനായ ഞങ്ങളുടെ സ്വർഗപിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച പ്രകാരം ഞങ്ങളുടെ മഹായോഗത്തിൻ്റെ 3-ാം ദിനമായി ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ അവിടുത്തെ പാതവിടുന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവെ, പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞ നാഥ, അവിടെ നല്ല രോഗികളെ സൗഖ്യമാക്കിയ കർത്താവെ, ഇന്ന് രാത്രിക്കാലം നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ള കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ, ദുഃഖിതരായി കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തിരിക. യഹോവയെ അരുളിച്ചെയ്ത് ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടവിനെ കഴുതൻ്റെ യജമാന്റെ ഉൾത്തൊട്ടിയും അറിയുന്നു, എങ്കിലോ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. അയ്യോ പാവമുള്ള ഒരു ജാതി, അകൃതി ഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാര സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, ഇന്ന് രാത്രിക്കാലം കർത്താവ് ദൈവമേ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപ ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുന്ന വചനപ്രകാരം കർത്താവെ, എല്ലാ പാതാള ഗോപുരങ്ങളെ, എല്ലാ അന്ധകാര വ്യാപാര ശക്തികളെയും കർത്താവെ, ഈ മഹായോഗത്തിനെതിരായി വ്യാപരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും സ്വർഗത്തിനും ഭൂമിയിലും അധികാരം പ്രാപിച്ച നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ച് അതിന് ജയമെടുക്കുകയാണ് കർത്താവെ. പ്രകൃതി അവിടുന്ന് നിയന്ത്രിച്ച കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന നിരദാസന്മാരെ അവിടുത്തെ കരങ്ങൾ തരുന്ന കർത്താവെ. ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ശൗലിന്റെ ദുരാത്മാവ് വിട്ടുമാറിയതുപോലെ ഇന്ന് രാത്രികാലം കർത്താവെ, പാട്ടിൽ കൂടി പ്രസംഗത്തിൽ കൂടി കർത്താവെ, നിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, ഇപ്രകാരം ഈ യോഗം ക്രമീകരിക്കുവാൻ കർത്താവെ, ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും സഭാംഗങ്ങളെ ഇവിടുന്ന് കർത്താവെ, നീ ഇവിടുന്ന് ഹല്ലേലൂയ നീ കൊടുത്ത എല്ലാ കൃപകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ. ആദ്യം ഇവിടുന്ന് ഞങ്ങളുടെ മഹായോഗത്തെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന സ്വീകരിച്ചു കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ കേൾക്കുമാറാകണമേ. വീണ്ടും കുറച്ച് സമയം കൂടെ നമ്മൾ ഗാനത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക സന്ദർഭമാണ്. ഇപ്പോൾ ബൈബിൾ സ്കൂളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും മുൻപോട്ട് കടന്നു വന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ഗാനങ്ങൾ അടുത്ത ചില മിനിറ്റുകളിൽ അവർ ആലപിക്കും. വളരെ ഹൃദ്യമായി നമുക്ക് അവരോട് സഹകരിക്കാം. ആത്മീയ ആരാധനയിൽ അവർക്ക് കൈത്താങ്ങ് കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ഈ കൺവെൻഷന്റെ 3-ാം രാത്രികാലവും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആദ്യമായി ഞങ്ങളൊരു തമിഴ് പാട്ട് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവനെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവർക്ക് നോക്ക
Is there any place better than the presence of God? No, right? Do you believe? Okay, let's sing this song. Jesus Christ died on the cross and He washed all the sins. And He renewed my life. And He made me new. Let's sing this song. Onde Vaya Dolorosa. Let's all stand and sing this song. The presence of God is here. God always wants our heart. He wants us to be drawn near to Him. Always. It's not for